നളന്ദ സർവകലാശാലയുടെ ആസ്ഥാനം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ മക്കാന കർഷകരുടെ മണ്ണ്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ മക്കാന ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതെ, ആ സംസ്ഥാനത്തിന്റെ പേരാണ് ബീഹാർ. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബീഹാർ. ബീഹാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഓർമ്മ വരുമ്പോൾ നമുക്ക് ഒരു മനുഷ്യനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ആരാണെന്നല്ലേ? 5 അടി 4 ഇഞ്ച് പൊക്കം, പൈജാമയും കുർത്തയും ധരിച്ച്, വായിൽ പന്മസാല മുറുക്കിത്തുപ്പി, പാറിപ്പറക്കുന്ന മുടിയുമായി അയാൾ കടന്നു വരും. ആരാണെന്നല്ലേ? അതെ, ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി. അയോധ്യ രാമജന്മഭൂമി പ്രശ്നം രാജ്യത്താകമാനം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ അയോധ്യ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട BJPയുടെ എക്കാലത്തെയും നേതാവ് LK അദ്വാനി നയിച്ച രഥയാത്രയെ ബീഹാറിന്റെ മണ്ണിൽ തടഞ്ഞ, അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സാക്ഷാൽ ലാലു പ്രസാദ് യാദവ്. ഇപ്പോൾ ബീഹാർ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ ജനതാദളിനെ നയിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവാണ്. തേജസ്വി യാദവിനെ കുറിച്ച് പറയുമ്പോൾ ബീഹാറിലെ യുവാക്കൾക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ഇടയിലെല്ലാം സ്വീകാര്യതനായ നേതാവ്. യാദവ സമുദായത്തിന്റെ പകരം വെക്കാനില്ലാത്ത അമരക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. തേജസ്വി യാദവാണ്. തേജസ്വി യാദവ് തനിച്ചല്ല. ബീഹാറിന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസുമായി ചേർന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാണ് ഇവരെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഭൂമികയിൽ തേജസ്വി യാദവ് വോട്ട് ചോദിക്കുന്നത്. ഇത്തവണ ബീഹാർ രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പരാജയം മുൻകൂട്ടി കണ്ട നിതീഷ് കുമാറും BJPയും ഇപ്പോൾ വർഗീയ വിഭജന രാഷ്ട്രീയമാണ് ബീഹാറിൽ പയറ്റുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ബീഹാറിൽ വന്ന പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത പറഞ്ഞ ബീഹാറിൽ ഹൈന്ദവരെയും മുസൽമാനെയും മറ്റ് ജാതിമത വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെയാണ് നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നവരെയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവരെയും നെറ്റിയിൽ ചന്ദനപ്പൊട്ടണിയുന്നവരെയും ചേർത്ത് പിടിച്ച് ബീഹാറിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ബീഹാറിലെ ബൽച്ചിയുടെ മണ്ണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ദിരാഗാന്ധി പോലും പരാജയത്തിന്റെ കൈപ്പുനീർ കുടിച്ച ആ തെരഞ്ഞെടുപ്പിൽ പിന്നീട് കോൺഗ്രസിന് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാൻ മണ്ണൊരുക്കിയത് ബീഹാറായിരുന്നു. ബൽച്ചിയിൽ ഇന്ദിരാഗാന്ധി നടത്തിയ ആ മാസ്മരികമായ പ്രകടനം രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആരും മറന്നിട്ടുണ്ടാവില്ല. അജ്മീറിലെ കാജ മൊഹിദ്ദീന്റെ ദർഗയ്ക്ക് മുന്നിലും ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിക്ക് മുന്നിലും വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിലും തൊഴുകയുമായി പ്രാർത്ഥനയോടെ നിന്ന ഇന്ദിരാ പ്രിയദർശിനി ബീഹാറിന്റെ ആ രാഷ്ട്രീയ മണ്ണിൽ നിന്നാണ് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കിയതെങ്കിൽ നിതീഷ് കുമാറിന്റെയും NDAയുടെയും BJPയുടെയും 20 വർഷത്തോളം നീണ്ടുനിന്ന ദുർഭരണത്തിന് അന്ത്യം കുറിക്കുക ബീഹാറിന്റെ മണ്ണിൽ ഇത്തവണ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമായിരിക്കും. ബീഹാറിന്റെ മണ്ണിൽ ഇത്തവണ NDAയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചാൽ സംശയം വേണ്ട, ആ രഥം നേരെ യാത്ര ചെയ്യുന്നത് ഡൽഹിയിലേക്കായിരിക്കും. ഡൽഹിയിൽ അവിടെ നിതീഷ് കുമാറിന്റെയും തെലുങ്കുദേശം പാർട്ടിയുടെയും പിന്തുണയോടുകൂടി ഭരിക്കുന്ന NDA സഖ്യത്തിന് വലിയ പ്രതിസന്ധിയായിരിക്കും, അല്ലെങ്കിൽ BJPക്ക് വലിയ പ്രതിസന്ധിയായിരിക്കും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയത പറഞ്ഞ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കാൻ ശ്രമിച്ചാലും ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ സർവേ ഫലം അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ്. ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറി തേജസ്വി യാദവ തേരുതെളിക്കുമ്പോൾ 122 എന്ന മാന്ത്രിക സംഖ്യ ഇത്തവണ ബീഹാറിൽ കടക്കാൻ RJDക്കും കോൺഗ്രസിനും ഇടതുകക്ഷികൾക്കും കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവംബർ 14 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ബീഹാറിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ റാന്തൽ അടയാളപ്പെടുത്തിയ ഹരിത പതാകയും ചർക്കാങ്കിത ത്രിവർണ പതാകയും ഇടതു പാർട്ടികളുടെ രക്തപതാകയും ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പാറിപ്പറക്കുമെന്ന് തന്നെയാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ.